വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ബാറ്ററിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. നമ്മൾ ലാസ്റ്റായിട്ട് ഇട്ടിട്ടുള്ള RCയുടെ വ്ളോഗിൽ നമ്മൾ ബാറ്ററി ഓൾറെഡി ചേഞ്ച് ചെയ്തായിരുന്നു. പക്ഷേ നമ്മുടെ വണ്ടിയുടെ കോയിലിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ബാറ്ററി ചാർജ് ആവുന്നില്ല വണ്ടിയുടെ. അപ്പം നമ്മൾ ബാറ്ററി ഇപ്പോൾ ചാർജ് ചെയ്ത് ഫുള്ളി ചാർജ് ചെയ്ത് വെച്ചേക്കും. അപ്പം ബാറ്ററി വെച്ചിട്ട് നേരെ ഷോറൂമിലോട്ട് പോകണം. എന്താ കംപ്ലയിൻ്റ് എന്നറിയത്തില്ല. ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ബാറ്ററി ഒന്ന് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാൻ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ബാറ്ററി ഒക്കെ വെച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കുറച്ച് ദിവസമായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, ബാറ്ററി ഇപ്പോൾ ഫുള്ള് ചാർജ് ഉണ്ട് വണ്ടിയിൽ, അതുകൊണ്ട് ഇപ്പോൾ സ്റ്റാർട്ടായത്. ബാറ്ററിയുടെ പവർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടില്ല, തിരിച്ച് റിട്ടേൺ ചാർജ് ആവുന്നില്ല. അതാണ് നമ്മുടെ ഇഷ്യൂ. കോയിൽ പോയതായിരിക്കാം. എന്തായാലും നമുക്കിപ്പോൾ ഷോറൂമിലോട്ട് പോകാം, കൊട്ടാരക്കരയിലോട്ട് പോകാം. കൊട്ടാരക്കര KTM നമ്മൾ ഓൾറെഡി സർവീസൊക്കെ ചെയ്യാറുള്ളത്, വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ബാറ്ററി കവറൊക്കെ വെച്ച് സെറ്റായി നമുക്കിത് നേരെ ഷോറൂമിലോട്ട് പോകാം. ചെറിയ മഴ വരുന്നുണ്ട്, നല്ല മഴക്കോളുണ്ട്. നല്ല വെയിലായിരുന്നു ഇത്ര നേരം, മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് ഷോറൂമിലോട്ട് എന്തായാലും പോകാനായിട്ട് ഇറങ്ങിയതാണ്. അത് മാത്രമല്ല, വണ്ടിയുടെ ഹാൻഡിലിന് ചെറിയൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ടയറിൽ കാറ്റില്ലാഞ്ഞിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. കുറച്ച് ദിവസമായി വണ്ടി ഇപ്പം എടുത്തിട്ട് എനിക്ക് കൊണ്ട് പണിയാൻ ടൈം കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ബാറ്ററി ഫുള്ള് ഡ്രെയിൻ ആയി തീർന്നു. നമ്മൾ അറിയുന്നില്ലല്ലോ, വണ്ടിയിൽ നിന്ന് ബാറ്ററി ചാർജ് ആവുന്നുണ്ടെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ഓൾറെഡി പുതിയ ബാറ്ററി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബാറ്ററിയുടെ ഇഷ്യൂ ഉണ്ടെന്ന്. ബാറ്ററി പോറായിരിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാറ്ററി മാറിയത്. പക്ഷേ വണ്ടിയിൽ നിന്ന് തിരിച്ച് ചാർജ് എടുക്കുന്നില്ല. ഇതുവരെ നമ്മൾ ഇതിനകത്ത് കോയിലൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. വണ്ടിയിൽ കോയിൽ പോയതാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഗൈസ്, അപ്പം നമ്മൾ KTM കൊട്ടാരക്കരയിലെത്തി. നമ്മളിവിടെയാണ് വണ്ടി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോയിൽ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. ബാറ്ററി പുതിയത് വെച്ചതാ, അപ്പം ചാർജ് നിൽക്കുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ ഫുൾ ഇറങ്ങിപ്പോവാ. അപ്പം ചാർജ് ചെയ്തുകൊണ്ട് വന്നോ? ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഇന്നലെയാണ് വണ്ടി പണിയാൻ കൊടുത്തത്. ഇന്നലെ പക്ഷേ അവിടെ കോയിൽ സ്റ്റോക്കില്ലായിരുന്നു. നമ്മുടെ വണ്ടിയുടെ കോയിലും റെഗുലേറ്ററും മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് വണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു, ഇന്നലെ നമ്മൾ വണ്ടി കൊടുത്തത്. ഇന്ന് സാറ്റർഡേ ആണ്. വണ്ടി നമുക്ക് ഇന്നലെ അവിടെ വെച്ചിട്ട് വരേണ്ടിരുന്നു. ഞാൻ തിരിച്ച് ബസ്സിനായിരുന്നു വന്നത്. അപ്പോൾ വണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരിച്ച് കൊട്ടാരക്കരയിലോട്ട് പോവാണ്. റെഗുലേറ്ററും കോയിലും മാറി, അതിൻ്റെ ഇഷ്യൂ ആയിരുന്നു. 2 റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വണ്ടി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി കൊട്ടാരക്കര KTMലോട്ട് പോകണം. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പണിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായി ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് റൈഡ് അടിച്ചിട്ട് വരാം. കോയിൽ പോയിരുന്നോണ്ടായിരുന്നെന്ന് തോന്നുന്നു. വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. നമ്മുടെ ബാറ്ററി മാത്രം വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നോണ്ടായിരിക്കാം. ബാറ്ററിയുടെ പവർ കുറയുന്നതനുസരിച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ സീനൊന്നുമില്ല, കൊള്ളാം.
കുറേ ദിവസമായിട്ട് വണ്ടി ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുമായിരുന്നു ഈ കോയിലിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഇപ്പോഴാണ് സെറ്റായത്. ആ ഗൈസ്, അപ്പോൾ നമ്മളിതാണ് മാറിയിരിക്കുന്നത്. വണ്ടിയുടെ സ്റ്റാർട്ടർ കോയിലും വണ്ടിയുടെ റെഗുലേറ്ററും ഇത് രണ്ടുമാണ് നമ്മൾ വണ്ടിയിൽ റീപ്ലേസ് ചെയ്തേക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങി. നമുക്ക് മൊത്തം ആയത് 4,864 4,864 ടോട്ടൽ എമൗണ്ട് ആയത്. നമ്മൾ റെഗുലേറ്ററും റീപ്ലേസ് ചെയ്തു, വണ്ടിയുടെ കോയിലും റീപ്ലേസ് ചെയ്തു. ഗൈസ്, അപ്പം നമ്മുടെ വണ്ടിയുടെ കോയിൽ പണിയായതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ കുറച്ച് വൈകുന്നത്. ഞാൻ എന്തായാലും വണ്ടി അന്ന് ബാറ്ററി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ട്രാവൽ വ്ളോഗ്സ് രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ഗൈസ്, അപ്പം ഞാൻ വണ്ടിയുടെ കോയിൽ പണിയായതുകൊണ്ടാണ് വീഡിയോസിനൊക്കെ കുറച്ച് ഡിലേ വന്നത്. ഞാനന്ന് ബാറ്ററി സെറ്റ് ചെയ്തിട്ട് കുറച്ച് നല്ല കണ്ടന്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ കുറച്ച് ട്രാവൽ വ്ളോഗ്സ് അങ്ങനെ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് നമുക്ക് കോയിലിന് പണി കിട്ടിയത്. പിന്നെ എനിക്ക് പെട്ടെന്ന് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയില്ല, അതാണ് ചെറിയ ഡിലേ ആയത്. സോ ഇനിയിപ്പം നമ്മളെന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മൾ 390യുടെ ഷോർട്സ് ഒക്കെ ഇടുമ്പം നമുക്ക് കമൻസ് വരാറുണ്ട്, 390യുടെ വീഡിയോ എന്ത്, 390 എന്ത് ചെയ്യും, 390 വെച്ച് വീഡിയോ ചെയ്യും, 390യുടെ വീഡിയോസ് എന്ത് ചെയ്യുന്നൊക്കെ നമുക്ക് കമൻറ്റ് വരാറുണ്ട്. ഇതാണ് റീസൺ. വണ്ടി കംപ്ലൈൻറ്റ് പണിയായിരുന്നോണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞ. ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല, നമ്മൾ റെഗുലേറ്ററും കോയിലും മാറിയിട്ടുണ്ട്, നേരത്തെ കാണിച്ച് 2 റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇനി അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് 390യുടെ വീഡിയോസും വരുന്നതായിരിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.